വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വന്നേക്കണേയാണ്. അമ്മയുണ്ട്, അനിവുണ്ട് കേട്ടോ കൂടെ. ഇൻ മണ്ണിലാണ് കേട്ടോ. പീസ് കൂടാതെ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയിരിക്കുന്ന കാര്യം ഇതാണ്, ഞങ്ങൾ കോട്ടക്കിൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഓഫറും കിട്ടും. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2K ലേസർ വിത്ത് ഡോൾബി 7.1 ആണ്. അപ്പോൾ സിനിമ കണ്ട് വീട്ടിലെത്തി. ഒരു കട്ടിൽ ഒരു മുറി, 3 പേർക്കും 3 അഭിപ്രായങ്ങളാണ്. എനിക്കും അമ്മയ്ക്കും അനുഭവിക്കും. എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം വീഡിയോയുടെ അവസാനം ഞാൻ അമ്മയ്ക്കും അനുഭവിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ പറയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേരുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ തീരുമാനിച്ചത്. ഷാനവാസ് ബാവക്കുട്ടി. പുള്ളി ഇതിന് മുന്നേ ചെയ്ത 2 സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. ഒന്ന് കിസ്മത്ത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതിനുശേഷം വന്ന സിനിമ എന്ന് പറഞ്ഞാൽ തോട്ടപ്പനാണ്. അതിനകത്ത് തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പൻ എന്ന് പറഞ്ഞാൽ തോട്ടപ്പൻ എന്ന് എൻ്റെ വായിൽ വരുള്ളൂ, തൊട്ടപ്പൻ എന്നാണ് ശരിക്കും തോന്നുന്നു. അപ്പോൾ പ്രിയംവദ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഭിനയിച്ച നടി ഇതിലും അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് വിനായകൻ ചേട്ടനായിരുന്നു കിണ്ണം കാച്ചി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ഒരുപാട് പേര് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. എൻ്റെ അമ്മ OTTയിൽ ആ സിനിമ കണ്ടതിന് ശേഷം എന്നോട് കാണാൻ പറഞ്ഞിട്ട് കണ്ടൊരു പടമായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ട പടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിസ്മത്ത് എന്നാൽ ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയായിരുന്നു. അപ്പോൾ ഈ 2 സിനിമകളുടെയും സംവിധായകനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ഇന്ന് ഇറങ്ങിയ ദിവസം തന്നെ പോയി കണ്ടത്. അപ്പോൾ ഈ സംവിധായകനിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമ വന്നില്ല. എന്നാലും ഇതിൽ പൂർണിമ ഇന്ദ്രജിത്ത് ചെയ്തിരിക്കുന്ന അക്കമ്മ എന്നുള്ള ക്യാരക്ടർ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു മികവും ആ ക്യാരക്ടർ എഴുതിയിരിക്കുന്ന രീതിയും അത് പെർഫോം ചെയ്തിരിക്കുന്ന ആ ഒരു ശൈലിയും അതിൻ്റെ ഒരു ഓറയുണ്ട്. അത് ഗിഡിലിനായിരുന്നു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഷമ്മി തിലകൻ്റെ ക്യാരക്ടർ, പ്രിയംവദയുടെ അച്ഛൻ കഥാപാത്രമാണ് ഇതിനകത്ത് ഷമ്മി തിലകൻ്റെ ക്യാരക്ടർ വരുന്നത്. ആ പ്രിയംവദയുടെ ഇതിനകത്തുള്ള പേര് ഞാൻ പറയുന്നില്ല, അത് പേരായിട്ടൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ ക്യാരക്ടറിൻ്റെ വീട്ടിലേക്ക് എപ്പോഴൊക്കെ ചെല്ലുന്നു ആ വീടിൻ്റെ ആ ഒരു വൈബ്, ആ അമ്മയും അച്ഛനായിട്ടുള്ള ഷമ്മി തിലകനും ഒരു അനിയത്തിയൊക്കെ ആയിട്ട് ആ വീടിന് എന്തോ ഒരു വൈബുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്, ഒരു ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള, വളരെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു അച്ഛനും അങ്ങനത്തെ ഒരു വൈബ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീടിൻ്റെ പരിസരം എപ്പോഴൊക്കെ സിനിമ വരുന്നോ, എപ്പോഴൊക്കെ ആ വീട്ടിലെ ക്യാരക്ടേഴ്സ് വരുന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പൂർണിമേനെ എപ്പോഴൊക്കെ കാണിക്കുന്നു, പൂർണിമയുടെ അക്കമ്മ എന്നുള്ള ക്യാരക്ടർ എപ്പോഴൊക്കെ കാണിക്കുന്നു, എന്തോ ഒരു സ്പെഷ്യാലിറ്റി, എന്തോ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഭയങ്കര ഐശ്വര്യം നിറഞ്ഞ ഒരു അടിപൊളി വൈബായിരുന്നു. അത് ത്രൂ ഔട്ട് ദ മൂവി, സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ ഇവരെപ്പോഴൊക്കെ സ്ക്രീനിൽ വരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. വെച്ചാൽ ഒരു നല്ല നടീം നടൻ്റെയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമറിൻ്റെ ഒരു ഗുണങ്ങളാണ് ഞാൻ അതിൽ കണ്ടത്. ഷമ്മി തിലകൻ ചേട്ടൻ പറയണ്ടല്ലോ, എന്ത് റോൾ കിട്ടിയാലും കിടിലായിട്ട് ചെയ്യുന്നൊരു മനുഷ്യൻ. പൂർണിമ ഇന്ദ്രജിത്തിനെ ഞാൻ അങ്ങനെ കാണാം. 2ാം ഭാഗം തൊട്ട് ഞാൻ പൂർണിമേനെ കാണാൻ തുടങ്ങിയതാണ്. പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 2ാം ഭാഗം എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം എൻ്റെ മനസ്സിൽ ഓർത്ത് നിൽക്കുന്നൊരു ക്യാരക്ടർ തുറമുഖം എന്ന് പറഞ്ഞ സിനിമയിലുള്ള പൂർണിമയുടെ ക്യാരക്ടറാണ്. തുറമുഖം മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് 2 ക്യാരക്ടേഴ്സ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് നിന്നത്. ഒന്ന് ജോജു ചേട്ടൻ ചെയ്തു വെച്ചൊരു കിണ്ണം കാച്ചി ക്യാരക്ടറും ജോജു ചേട്ടൻ്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ ചെയ്ത പൂർണിമ ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലും എനിക്ക് ആ ഒരു നല്ലൊരു മികവുറ്റ ഒരു നടിയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റി. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ നല്ല ബാക്ക്ഡ് ബൈ നല്ല മ്യൂസിക്. ഇതിന് മ്യൂസിക് ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. ബുക്ക് മൈ ഷോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്കിത് മേനോൻ, അതായത് എവിടെയോ കേട്ടിട്ടുള്ള പേര്, അങ്കിത് മേനോൻ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങ് പോകണില്ല. എനിവേസ് മച്ചാനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂസിക്. ഇത്ര കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഫെയർലി ഗുഡ്, എക്സെപ്ഷണലൊന്നും എനിക്ക് പറയാൻ തോന്നില്ല, പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്നത് ഗുഡ്, അങ്ങനത്തെ രീതിയിലാണ് ഫീൽ ചെയ്തത്. ഡയറക്ഷൻ വൈസ് എനിക്ക് ഒരു സങ്കടം എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓൾറെഡി ഈ ഡയറക്ടറിൻ്റെ 2 പടങ്ങൾ എൻ്റെ മനസ്സിലൊരു സ്ഥാനത്തെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പടങ്ങളുടെ ഒരു ക്വാളിറ്റി, ആ പടങ്ങളുടെ റേഞ്ചിലേക്ക് ഈ സിനിമ എത്തിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. അത് ഒബ്വിയസ്ലി കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്, പക്ഷേ ഞാൻ കമ്പയർ ചെയ്ത് പോകും. കാരണം ഈ ഡയറക്ടറിൻ്റെ പേര് കണ്ടിട്ടാണല്ലോ ഞാൻ ഈ സിനിമ കാണാൻ പോയത്, അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. അനുഭവിക്കും എൻ്റെ അമ്മയ്ക്കും അത് കൺസേൺഡ് അല്ലായിരുന്നു. അമ്മയോട് ഞാൻ പിന്നീട് പറഞ്ഞപ്പോഴമ്മ അതിൻ്റെ ഡയറക്ടറായിരുന്നു എന്നുള്ള ഒരു ഇത്
അപ്പോൾ ഇവർ അതറിയാതെ കണ്ടുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. എനിക്ക് അതറിഞ്ഞുകൊണ്ട് പോയതുകൊണ്ടുള്ള ഒരു സംഭവം. പിന്നെ എനിക്ക് തോന്നിയ സിനിമയിൽ ചില കാര്യങ്ങൾ ക്യാരക്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു പസിൽ രൂപത്തിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം അൺഫോൾഡ് ആവുന്നത് അവസാനമാണ്. പക്ഷേ അതിലേക്ക് എത്താൻ ഭയങ്കര സമയമെടുത്തതായിട്ട് ഫീൽ ചെയ്തു. എവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ, ചില ഫൈറ്റ് സീക്വൻസസ് കാണിക്കേണ്ട ഹക്കീം അവതരിപ്പിച്ച ക്യാരക്ടറിൻ്റെ അതൊക്കെ അവിടെ വേണമായിരുന്നു. ഇത്രയൊക്കെ ഫൈറ്റ് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവർ ഹീറോയിസം കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വില്ലന്മാരെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരൊക്കെ എനിക്ക് അങ്ങനെ ഒരുമാതിരി കോമാളി ടൈപ്പ് വില്ലന്മാരായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് ആ ഒരു ഗുണ്ടകൾ എന്നുള്ള ഒരുമാതിരി ഈ എന്താ പറയുക, സ്പൂഫ് ഗുണ്ടകൾ സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരൊന്നും ഗുണ്ടകളായിട്ട് എനിക്ക് ഫീലായില്ല. ഹക്കീം പിന്നെ നന്നായിട്ട് അഭിനയിക്കുന്നൊരു നടനാണ്. ഹക്കീം ഇതുവരെ മോശമായിട്ട് അഭിനയിച്ച് ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. എനിക്ക് ഇപ്പോഴും സൂപ്പർ ഷെഡനെന്ന് പറയുള്ളൂ, സോറി, അത് അങ്ങനെ വന്നതാണ്. നമ്മുടെ വേറെ പടം ഉണ്ടായിരുന്നു, നമ്മുടെ അർജുൻ അശോകൻ്റെ അച്ഛനും ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മുടെ അനശ്വരൊക്കെ വരുന്നൊരു പടം. ആ പടത്തിൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞു, പ്രണയ വിലാസം എന്നാണെന്ന് തോന്നുന്നത് ആ സിനിമയുടെ പേര്. അതല്ലേ, പ്രണയവിലാസം അല്ലേ? ആ സിനിമയുടെ അവസാനം എന്ന് പറയാനുള്ള, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ട് പറയാൻ സ്പോയിലറായി പോകും. എന്തായാലും അതിനകത്ത് ഹക്കീം അനശ്വരയുടെ ഓപ്പോസിറ്റ് ലവറായിട്ട് അഭിനയിച്ചൊരു ക്യാരക്ടറുണ്ട്, ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ. അത് കിടിലനായിരുന്നു. ഇതിനകത്തും ഹക്കീം എന്തോ ഓട്ടോ ഡ്രൈവർ ആണെന്നുകൊണ്ട് അങ്ങനെ എന്തോ ലാസ്റ്റ് അങ്ങനെ പറയുന്ന പോലെ ഒരു സൂചന എനിക്ക് കിട്ടി. പിന്നീട് ക്യാബ് ഡ്രൈവറായി മാറി, അങ്ങനെ എന്തോ. എനിവേസ്, നന്നായിട്ട് അഭിനയിക്കുന്ന നടനാണ് ഹക്കീം. ഹക്കീമിന് കിട്ടിയ ക്യാരക്ടർ ഹക്കീം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഹക്കീമിൻ്റെ ക്യാരക്ടറിനെ കൊണ്ട് കാണിക്കണമായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ട്രിം ചെയ്ത് കളയായിരുന്നു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കണമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയ ഒരു സംഭവമുണ്ട്. കാരണം ആ ഒരു പോർഷൻ, ഹക്കീമിൻ്റെ പോർഷനിലാണ് എനിക്ക് വലിച്ചു നീട്ടുന്നതായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ അതെനിക്കൊരു ചെറിയ കല്ലുകടിയായിട്ട് ഈ സിനിമയിൽ ഫീൽ ചെയ്ത്. ആ പോർഷൻസ് ഒന്നും എനിക്ക് അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ഗുണ്ടകൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തുറന്ന് പറയണം. പക്ഷേ പൂർണിമയുടെയും ഇതും ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആ പോർഷൻ, ഷമീദ് തിലകൻ ചേട്ടൻ്റെ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമയിലെ സ്റ്റാർസ് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ പ്രിയംവദയുടെ ക്യാരക്ടറിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ തോട്ടപ്പല്ലിൽ എനിക്ക് പ്രിയംവദനെ ഭയങ്കര ഇഷ്ടപ്പെട്ട. ഇതിനകത്ത് ചില പോർഷൻ പ്രിയംവദ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചില ഇമോഷണൽ ചില രംഗങ്ങൾ വന്നപ്പോൾ എനിക്ക് ഇച്ചിരി എന്തൊക്കെയോ അങ്ങോട്ട് സെറ്റാവാത്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ ആലോചിച്ചത്, ഇതേ പ്രിയംവദ തന്നെയല്ലേ തോട്ടപ്പല്ലിൽ ഇത്രയും കിടലായിട്ട് ചെയ്തതെന്നുള്ള അങ്ങനെ ഒരു തോട്ടെൻ്റെ എനിക്ക് ഓബ്വിയസ്ലി കമ്പാരിസൺ ഇങ്ങനെ വന്നു പോകണമായിരുന്നു. അതിൻ്റെ കുഴപ്പമായിരിക്കാം. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ ഫീൽ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല പെർഫോമൻസുകളുണ്ടെങ്കിലും ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് കിട്ടിയത്. അവിടെ ഇവിടെയൊക്കെ നല്ലൊരു ഗുഡ് ഇതുണ്ടെങ്കിലും ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡിൽ രണ്ടുപേരും നല്ല കിടലായിട്ട് പെർഫോം ചെയ്യുന്നത്, മറ്റേ രണ്ട് സൈഡിൽ സിനിമയ്ക്ക് ഒരു താളം തെറ്റുന്ന ഒരവസ്ഥ. അതായത് എപ്പോഴൊക്കെ പൂർണിമയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഷമീദ് തിലകൻ്റെ ക്യാരക്ടറിനും അപ്പോഴൊക്കെ സിനിമ ഹൈയിലാണ്, എപ്പോഴൊക്കെ ഹക്കീമിൻ്റെ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് പരിപാടി വരുന്ന അപ്പോഴൊക്കെ എനിക്ക് സിനിമ ലോയിലാണ് പോണത്. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ എവിടെയൊക്കെയോ പവീർ കെയർ ടേക്കർ പോലത്തെ ഒരു സാധനം കയറി വരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു പ്ലോട്ട് വളരെ സിമിലറായിട്ട് ഫീൽ ചെയ്തു എനിക്ക്. എനിവേസ്, അത് ഈ കൊല്ലം തന്നെ കണ്ട സിനിമ കൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് വന്നു. ഇത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അമ്മയും അനുവയൊക്കെ പറഞ്ഞു, ഇതായിട്ട് ഭയങ്കര സാമ്യത ഉണ്ടല്ലോ എന്ന്. ഒരു പർട്ടിക്കുലർ ഒരു പോർഷൻ, അത് ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്, പക്ഷെ അത് ഈ സിനിമയിൽ വലിയൊരു ഇമ്പാക്റ്റും ഇമ്പോർട്ടൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓബ്വിയസ്ലി പവീർ കെയർ ടേക്കർ കണ്ട ആരായാലും പറയും, ഇത് അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്. എങ്ങനെയോ കോയിൻസിഡൻ്റലി അങ്ങനെ വന്ന് പോയിട്ടുണ്ട്. എനിവേസ്, ഇതാണ് എനിക്ക് തോന്നിയത്. അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു പറഞ്ഞാൽ, അമ്മക്ക് കുറേ സ്ഥലങ്ങൾ ബോറടിച്ചു. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ ഹക്കീമിൻ്റെ ആ ഒരു പോർഷൻ, ഹക്കീം മോശമായിട്ട് അഭിനയിച്ചൊക്കെ ആ പോർഷൻ ഭയങ്കര ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ട് അമ്മയ്ക്കും ഫീൽ ചെയ്തു. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ആ സ്ഥലമൊക്കെ ബോറടിച്ചു. എപ്പോഴൊക്കെ പൂർണിമ വരുന്നു അപ്പോഴൊക്കെ ആ പൂർണിമയുടെ ക്യാരക്ടറിൻ്റെ ഭയങ്കര രസമായിരുന്നു. അമ്മയ്ക്ക് പൂർണിമയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഷമീദ് തിലകൻ്റെ സമയം എടുത്തൊന്നും അങ്ങനെ പറഞ്ഞില്ല. പൂർണിമേനെയാണ് നമുക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട്. ആ അക്കമ്മ എന്നുള്ള ക്യാരക്ടറാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ പോർഷൻസാണ് നമുക്ക് ഇഷ്ടപ്പെട്ട്. സിനിമ ഒരു ആവറേജ് അനുഭവം വരുന്ന അമ്മയ്ക്കെന്ന് അമ്മ പറഞ്ഞു. അനുപയെ സംബന്ധിച്ച് അനുപയ്ക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമായി. അനുപ പറഞ്ഞത് അനുപയ്ക്ക് നല്ലപോലെ ഫീൽ ആയി. അനുപയ്ക്ക് ലാഗൊന്നും അനുഭവപ്പെട്ടില്ല. അനുപ അതിൽ മുഴുകി ഇരുന്നേച്ചു എന്നാണ് അനുപ പറഞ്ഞത്. അപ്പോൾ 3 പേർക്ക് 3 അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, സിനിമ നിങ്ങൾ കണ്ടുനോക്കിയ അഭിപ്രായം എടുത്താൽ മതി, ഞങ്ങളുടെ അഭിപ്രായം എടുക്കരുത്. കാരണം കണ്ടില്ലേ, ഒരു വീട്ടിൽ നിന്ന് 3 പേര് പോയിട്ട് 3 പേർക്കും 3 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, എപ്പോഴും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും സെക്കൻഡറിയോ തേർഡായിട്ട് എടുക്കുക. എപ്പോഴും നിങ്ങൾ സിനിമ പോയി കണ്ടിട്ട് അഭിപ്രായം ആദ്യം എടുത്താൽ മതി എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇപ്പോൾ മനസ്സിലായില്ലേ. ചില സിനിമകൾ അങ്ങനെയാണ് ചിലർക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാളികപ്പുറത്തിൻ്റെ കേസിൽ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എൻ്റെ വൈഫിനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അങ്ങനെ ഭയങ്കര വേറിട്ട അഭിപ്രായങ്ങളുള്ള
ഒരുപാട് സിനിമകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്കൊരു ആവറേജ് അനുഭവം ആയിപ്പോയി. പക്ഷേ അവിടെയൊക്കെ ആ ഒരു ഹക്കീമിൻ്റെ ആ ഒരു ഗുണ്ടകളായിട്ടുള്ള ഇടപെടലുടെ പോർഷൻസൊക്കെ ഒന്ന് ട്രിം ഡൗൺ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു അനുഭവമായിട്ട് ഫീൽ ചെയ്താനേ. എനിവേസ് ദിസ് മൂവി ഗോസ് ടു ഡെഫിനറ്റ്ലി പൂർണിമ ഇന്ദ്രജിത്ത് ആൻഡ് ഷമ്മി തിലകൻ. ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയുടെ ഹാർട്ട് ആൻഡ് സോൾ. അവർക്ക് വേണ്ടി ഞാൻ പറയും, അവരുടെ ആ പോർഷൻ സൂപ്പറായതുകൊണ്ട് ഫാമിലി ഓഡിയൻസിനൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. യൂത്തിന് ഈ പടം പിടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ. കാരണം ഇങ്ങനത്തെ പടമൊക്കെ കാണാനുള്ള ക്ഷമയും ഇതൊക്കെ അവർക്ക് ഉണ്ടെന്ന് തോന്നുള്ള എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പറയുന്നതാണ്. എന്തായാലും നിങ്ങളെന്തായാലും ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം, പക്ഷേ ഒരു മെജോറിറ്റി യൂത്തിന് ചിലപ്പോൾ ഈ പടം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ആവറേജ് അനുഭവം, ഒരു ആവറേജ് സിനിമ, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അനുവയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല റോളുകൾ പൂർണിമ ഇന്ദ്രജിത്തിന് വീണ്ടും ലഭിക്കട്ടെ. ഒരു ക്യാമിയോ ഉണ്ട്, അതാരാന്നൊന്നും ഞാൻ പറയുന്നത് ടുവേർഡ്സ് ദ ലാസ്റ്റാണ്. അത് വോയിസ് ക്യാമിയോ ആണ്. അത് നിങ്ങൾ പടം കണ്ട് അറിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഇന്ന് ബൈ ദ വേ പൂർണിമയുടെ 2 പെൺകുട്ടികളെയും ഞങ്ങൾ തിയേറ്ററിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ അമ്മയോട് ഒന്ന് പറഞ്ഞേക്കണം, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രസമായിരുന്നു, നല്ല ഒരു വൈബായിരുന്നു. പൂർണിമ എപ്പോഴൊക്കെ സ്ക്രീനിൽ വന്നപ്പോൾ എന്നുള്ള കാര്യം നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.